സുമനസ്സുകളുടെ കാരുണ്യത്തോടെ ദുരിതങ്ങളെ അതിജീവിച്ച് തിരുവനന്തപുരം വെമ്പായം ഐരൂർ പാറയിൽ അസുഖബാധിതയായ നിർധന കുടുംബം. ക്യാൻസർ ബാധിതയായ ഓമനയ്ക്കും കുടുംബത്തിനും പുതുജീവനേകിയത് ഉദാരമതികളുടെ സഹായമാണ്. വേറെ പുറത്തുനിന്ന് സഹായങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പുറത്ത് ആരും സഹായിക്കാൻ ആരുമില്ലാത്ത രീതിയിലുള്ള 5 വർഷം മുമ്പാണ് കൂലിത്തൊഴിലാളിയായ മനോജിന് ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ചത്. രോഗം മൂർച്ഛിച്ചതോടെ ജോലിക്ക് പോലും പോകാൻ കഴിയാതെയായി. 2020 തൊട്ട് സ്റ്റാർട്ടായത്. പിന്നെ അവിടുന്ന് ഓരോന്നായിട്ട് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, അങ്ങനെ ഇപ്പം ശ്വാസകോശത്തിൻ്റെ മറ്റേ പുലയനാർക്കോട്ടയിൽ 8 മാസമായിട്ട് അവിടുത്തെ ചികിത്സയിൽ. ഭാര്യ ഓമന അർബുദബാധിതയായതോടെ മൂന്നംഗ കുടുംബത്തിന്റെ ജീവിതം വഴിമുട്ടി. വാടക കൊടുക്കാൻ കഴിയാതെ വന്നതോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അന്തി ഉറങ്ങാൻ സ്വന്തമായൊരു കുടിൽ പോലുമില്ലാതെ തെരുവിലായിരുന്നു മൂന്നംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. ജീവിതം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ ആരൊക്കെയോ ഈ കുടുംബത്തിന് താങ്ങായി. മനോജും ഓമനയും 15-കാരൻ മഹേഷും ഐരൂർ പാറയിലെ കൊച്ചു വീട്ടിലാണിപ്പോൾ വാടകയ്ക്ക് കഴിയുന്നത്. വാടകയ്ക്കും അങ്ങനെ വീട്ടിന് പോയെങ്കിൽ അവർ ചോദിക്കും, എങ്ങനെ നിങ്ങൾ വാടക വീട്ടിന് ജോലിയില്ലാതെ അസുഖക്കാരല്ലേ. ഞങ്ങൾക്ക് വീട് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വീട് മുരിക്കുമ്പുഴ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ഒരു വീട് കിട്ടിയായിരുന്നു. അത് ആസ്പത്രിയിലാകുമ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ടു. വീട്ടുമുറിയിൽ ഒരു ഫാൻ പോലുമില്ലാതെ വെന്തുരുകുകയാണ് അസുഖബാധിതരായ ഈ മനുഷ്യർ. കൊച്ചി ആസ്ഥാനമായുള്ള സൂര്യ തേജസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയാണ് നിർധന കുടുംബത്തിന് കൈത്താങ്ങായത്. 30 പേരടങ്ങുന്ന കൂട്ടായ്മ ഓരോ മാസവും നൽകുന്ന തുക കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. വീട്ടുവാടക നൽകുന്നതും ചികിത്സാ ചെലവുമൊക്കെ വാട്സപ്പ് കൂട്ടായ്മയുടെ കാരുണ്യമാണ്. ക്യാമറാമാൻ സിറിലിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.